സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് പ്രൊഫസർ MK നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. മദീനത്ത് നബിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നിന്നിട്ട് നബിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക, തങ്ങന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക, അഹ്ലുബൈത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക, അവിടുത്തെ ഹിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുക, അവിടുന്ന് പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ആ പുണ്യം നഷ്ടപ്പെടും. വേറെ രാഷ്ട്രത്തിന്റെ ഗവർണറായാലും അതിനേക്കാൾ നല്ലത് ഇതാണ് എന്ന് വിചാരിച്ച് യമനിലേക്ക് ഗവർണറായി പറഞ്ഞപ്പോഴും പോകാൻ സമ്മതിക്കാത്തപ്പോൾ അദ്ദേഹം പോകാനുള്ള സമയത്ത് അദ്ദേഹം പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഒരു ഉപദേശം, ആ സന്ദർഭത്തിൽ നബി പറഞ്ഞതാണ്, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. നിങ്ങൾ മുഖേന ഒരാളെ അല്ലാഹു തആല ഹിദായത്താക്കുന്നത് നിങ്ങൾക്ക് ദുനിയാവിലുള്ള സർവത്ര അനുഗ്രഹങ്ങളും കിട്ടുന്നതിനേക്കാൾ നല്ലതാണ്. ദുനിയാവ് അടക്കം കിട്ടുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ മുഖേന ഒരാളെ പടച്ച റബ്ബുൽ ഹിദായത്താക്കുക, നേർമാർഗത്തിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും നിങ്ങൾക്ക് ഉത്തമമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോഴാണ് മുആദ് ഇബ്നു ജബൽ യമനിലേക്ക് ഗവർണറായി പോയത്. ഇന്നത്തെ കാലത്ത് പിന്നെ ഉദ്യോഗം കിട്ടിയാച്ചാൽ പറയണ്ടല്ലോ. അന്ന് ഉദ്യോഗം കൊടുത്തിട്ട് പോകാതെ നിന്നപ്പോൾ പോകാൻ വേണ്ടി ഉപദേശിച്ചതാണ്. ഇത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് വല്ലാത്ത ഒരു സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, നിങ്ങൾ മുഖേനയാണ് ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ പ്രവാസികൾ മുഖേനയാണ് ഈ കേരളത്തിലുള്ള ഈ സ്ഥാപനം എന്നല്ല, മറ്റുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങൾ മുഖേന ഇവിടെ പണ്ഡിതന്മാര്, സമുദായ നേതാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ അടിച്ചുറ, ഇതെല്ലാം അതിനെല്ലാം നിങ്ങൾക്ക് മുഖ്യമായ ഒരു പങ്കുണ്ട് എന്നുള്ളത് ആരാലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. അങ്ങനെ നിങ്ങൾ മുഖേന അല്ലാഹു തആല ആരെങ്കിലും ഹിദായത്താക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള സർവ്വ നിഅമത്തിനേക്കാളും വലിയ ഒരു നിഅമത്ത് അത് മുഖേന കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. സയ്യിദ് ഫസൽ ശിഹാബ് അൽ ജിഫരി.